ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. അപ്പം ഞാനിന്ന് ടൗണിൽ പോവാണ്. ചെറിയ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ഏതാ സ്ഥലം എന്നൊക്കെ പോകും. തമ്പ്ലൈൻ കണ്ടപ്പോൾ അങ്ങ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം വീഡിയോസൊക്കെ വഴിയേ കാണാം. ഓക്കെ, അപ്പം വീഡിയോസ് കാണാം. ഏകദേശം 10 കോടി രൂപ മുതൽ മുടക്കിൽ മറൈൻ വേൾഡ് ഒരുക്കുന്ന ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണിത്. ഇത് വരുന്നത് നമ്മുടെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള സരോവരം ബയോ പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയാണ്. അത് ഗൂഗിൾ പേ വഴിയും ഉണ്ട്, പിന്നെ ക്യാഷ് ആയിട്ടുള്ളത് രണ്ടും ഉണ്ട്. അവിടെ 5 വയസ്സായുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നു പോയിരുന്നത്. ഞാനും അമ്മയും വല്യച്ഛനും ചേച്ചിയും വല്യമ്മയും പിന്നെ ചേച്ചീൻ്റെ ചെറിയ മോളുണ്ടായിരുന്നു, മോളും എൻ്റെ കുഞ്ഞാപ്പി. ഞങ്ങളെല്ലാവരും കൂടെയായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്ക് മതിയായിരുന്നു ടിക്കറ്റ്. മോൾക്ക് 5 വയസ്സിന് താഴെ ആയതുകൊണ്ട് 5 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാനുള്ളത് കുറച്ച് പക്ഷികളെയാണ്. അവിടെ കുറച്ച് പക്ഷികൾ അങ്ങനെ ഒരു കാട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ ഒരു എല്ലാ പറന്ന് കളിക്കാനും സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള ഒരു രീതിയിലാക്കി വെക്കുന്ന കുറച്ച് പക്ഷികളെയാണ് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. കിളികളെയും ആ ചെറിയ ചെറിയ ജീവികളെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയതാ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല 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 വെറൈറ്റി അടിപൊളി മീനായിരുന്നു. പേരൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം നല്ല നല്ല ഓരോ മീനുകളെയും കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. എന്ത് രസം അറിയോ. ആ ഒരു ഇതായിരുന്നു നേരെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളത്. സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോകുന്നത് നമ്മുടെ മത്സ്യകന്യയുടെ അടുത്തേക്കാണ് കേട്ടോ. മത്സ്യകന്യക ആൾ നല്ല ആക്റ്റീവാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ആൾ നന്നായിട്ട് നമുക്ക് പോസ് ചെയ്ത് തരികയും കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കുന്നു മത്സ്യകന്യകയെ. അതാ അവൾ കൈയിട്ട് കളിക്കുകയും കുറേ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു വർക്കിംഗ് ഡേ ആയിരുന്നു പോയിരുന്നത് കേട്ടോ. പക്ഷേ വർക്കിംഗ് ഡേ ആയിട്ട് കൂടി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു.
ഇവിടെ ചില വർക്കിംഗ് ഡേയ്സിൽ 2 മണി മുതൽ 9 മണി വരെയും അല്ലാതെ ഹോളിഡേയ്സിൽ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മന്തായി. 1 മന്ത് മീൻസ് മെയ് 10-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 10 വരെ 1 മന്തായിരുന്നു പറഞ്ഞത്. പക്ഷേങ്കിൽ അവരിപ്പോൾ ഒരു ആഴ്ച കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂൺ 17 വരെ ഉണ്ട്. അപ്പോൾ കാണാത്തവരെന്തായാലും വന്ന് കാണും കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞുപെണ്ണിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോകുന്നത് ഇതാ ഇങ്ങനെ ഒരു സ്റ്റോളാണ്. അതായത് ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യപ്പെട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് കഴിക്കാനുള്ള ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ ചപ്പൽസ്, ഡ്രസ്സ്, ബാഗ്സ്, പിന്നെ ബെഡ്ഷീറ്റ്, സോഫ കവറ്, പിന്നെ കിച്ചൺ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇതിലൊക്കെ വെറൈറ്റി ആയി തോന്നിയത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ കഴിച്ച് സ്കൂളിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നൊക്കെ സ്കൂളിലൊക്കെ എടുത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടാവും. ഷോപ്പല്ല, ചെറിയ ചെറിയ കടകളില്ലേ, അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ മിഠായികളില്ലേ, എത്ര കാലം മുന്നത്തെ അങ്ങനത്തെ കുറേ മിഠായിസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു നൊസ്റ്റ് തോന്നും നമുക്ക് അങ്ങനത്തെ ഓരോന്ന് കാണുന്ന സമയത്ത്. പിന്നെ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഈ ചെറിയ മക്കളെ കൊണ്ടുവരുന്നവരും പിന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരും കൂടിയാണ് വരുന്നത് വെച്ചാൽ ഭാര്യമാർക്ക് വാങ്ങാനുള്ള സാധനങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ക്യാഷ് കൈ കരുതി വരുന്നതായിരിക്കും നന്നാവുക. കാരണം അത്രയ്ക്ക് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാണ്ട് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു പോവും. കഴിഞ്ഞ് നമുക്ക് നേരെ ചെല്ലുന്നത് ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സെക്ഷനാണ്. അതായത് വെച്ചാൽ പാമ്പ് അയക്കാൻ അതിനൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടും മേലെ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. അതിനുള്ളൊരു സൗകര്യം കൂടിയാണ്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നേരെ ഞാൻ കണ്ടു സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ ബീച്ചിൽ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്. ബീച്ചിലുണ്ട്, ഇവിടെ കാലിക്കറ്റ് ബീച്ചിൽ കിട്ടും. പിന്നെ പിന്നെ ഞാൻ ഇവിടെ തന്നെ ഹൈലൈറ്റ് മോളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗോകുലത്തിലും ഉണ്ടെന്നാണ് ഒരു ഡൗട്ട്. ഉണ്ട്, ഗോകുലത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഞാൻ എത്തിച്ചാൽ ഒരു മിക്സ് ഒരെണ്ണം വാങ്ങിച്ചു. വേറെ ആർക്കും വേണ്ട പറഞ്ഞു. അതിന് മിക്സിന് 60 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആയിട്ടാൽ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ.
അടുത്ത് നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. ഫുഡ് കോർട്ട് അവിടെ നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ വന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു കോളിഫ്ലവർ വാങ്ങിച്ചു. ഒരുപാട് ഫുഡുണ്ട് അവിടെ. ഫുഡ് ഐറ്റംസ് ഒരുപാട്, കൊത്തു പൊറോട്ട, മസാല ദോശ, പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് കിട്ടും, പിന്നെ ബജ്ജികൾ കിട്ടും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ചെറിയൊരു പാർക്ക് പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും വർക്കിംഗ് അല്ല. എനിക്ക് തോന്നുന്നു മഴ കാരണമായിരിക്കും അതൊന്നും വർക്കിംഗ് അല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്ന് കുഞ്ഞിപ്പെണ്ണ് നല്ല ഹാപ്പിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.